പാലാഴി മദന സമയത്ത് ലക്ഷ്മി ദേവിയുടെ അവതാരത്തിനു ശേഷം ഹയഗ്രീവമൂർത്തി അവതരിച്ചു എന്നാണ് ജ്ഞാനസമ്പാദനം. അതിനു വേണ്ടിയിട്ട് ഉപാസിക്കേണ്ട മൂർത്തിയാണ് ഹയഗ്രീവമൂർത്തി എന്നാണ്. ആ ഹയഗ്രീവനെ എപ്പോഴും സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യ ആരംഭിക്കുന്നതിന് മുൻപ് എപ്പോഴും ജപിക്കണം, സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ വരങ്ങൾ എഴുതുന്നതായ സരസ്വതീ ദേവി, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്നാണ്. പഠിക്കാൻ തുടങ്ങുന്നതായ എനിക്ക് നീ എല്ലാ തരത്തിലുള്ള വിജയവും തന്ന് അനുഗ്രഹിക്കണമെന്നുള്ള അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഈ ആത്മവിശ്വാസം ഉണ്ടാവാൻ നമുക്ക് ജീവിതത്തിൽ എല്ലാറ്റിനും പ്രാപ്തിയുള്ളവരായിട്ടിരിക്കണം. അതുപോലെ ദാരിദ്ര്യമുണ്ടാവാൻ പാടില്ല, പഠിപ്പില്ലാത്തവരായിട്ടിരിക്കാൻ വയ്യ. എല്ലാ അർത്ഥത്തിലും നമ്മൾ മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും ഇരിക്കണം. അതിനു വേണ്ടിയിട്ട് എന്തു വേണം? നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണമെന്ന്. ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. എന്ത് വേണം അതിന്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, എഴുന്നേറ്റ് കിടക്കയിൽ അങ്ങനെ ഇരുന്ന് ആദ്യം പറഞ്ഞു, എണീറ്റാലുടനെ പരദൈവത്തെ സ്മരിക്കണമെന്നും അച്ഛനമ്മമാരെ ഓർക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെന്താ വേണ്ടത്? കൈപ്പത്തി അല്ലേ, കൈകളിങ്ങനെ മുഖത്തിന് നേരെ പിടിക്കുക. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. ഇത് ജപിക്കണം. അപ്പം എന്താണ്? നമ്മുടെ കൈകളിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണ് കരത്തിൻ്റെ അഗ്രത്തിലുള്ള ലക്ഷ്മി സമ്പത്ത് തരുന്നതും ഈ കൈകളിൽ കൂടിയാണ് വരുന്നത്. സരസ്വതിയും കയ്യിൽ തന്നെയാണുള്ളത്. വിദ്യ ലഭിച്ചാലാണ് ജോലി, അതുവഴിയാണ് സമ്പത്ത് ഉണ്ടാവുക എന്ന്. ഇപ്പോൾ സമ്പത്തും വിദ്യയും വന്നു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ജീവിത സുഖങ്ങളും സൗകര്യങ്ങളും ഐശ്വര്യവും ഒക്കെ തരുന്നതാണ് ഗോവിന്ദൻ. അപ്പോൾ നമ്മുടെ കരങ്ങളാണ് എപ്പോഴും നമുക്ക് ശക്തിയായിട്ടും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ കൈകളിൽ കൂടിയാണ് എല്ലാം ലഭിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും വളരെ ഉന്മേഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ടിരിക്കണം. അതിനെന്നും ഈ ഒരു മന്ത്രം ജപിച്ച് പിന്നീട് സരസ്വതിയെ ജപിച്ച് ഒക്കെ വേണം വിദ്യ തുടങ്ങാൻ വേണ്ടിയിട്ടെന്നാണ്. അപ്പം അങ്ങനെ ചെയ്താൽ പിന്നീട് ഓർമ്മ നിലനിൽക്കുകയും ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ വിദ്യാഗോപാല മന്ത്രവും ഹയഗ്രീവ മന്ത്രവും തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ജപിച്ച്, അഷ്ടോത്തര മന്ത്രം ജപിച്ച് ദേവിയെ സന്തോഷിപ്പിച്ചിരുത്തിയിരിക്കുകയാണ് നമ്മൾ.